കണ്ടില്ലേ, ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പാണ് ഇവിടെ വന്നത്. അതിന് ശേഷം കാണുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് ആനവിഴുങ്ങി എന്ന ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ തൃപ്രയാർ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചന്ദ്രപിന്നി ഭാഗത്തു നിന്നാണ് ചെയ്തിരുന്നത്. അത് ഇവിടം വരെ ആയിരുന്നു. അപ്പൊ ഇവിടുന്ന് നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. ഇവിടെ കാണാൻ നമുക്ക് മുകളിൽ കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ലാബിന്റെ വർക്കുകൾ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞ ഭാഗം ഇവിടെ ഉണ്ടായിരുന്ന അണ്ടർപാസിന്റെ ഭാഗം കൂടെ ജോയിന്റിങ്ങിന്റെ വർക്കാണ് നടക്കുന്നത്. ജോയിന്റിങ്ങിന്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകൾ കൊടുത്ത് ഷട്ടറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ വാർപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പി കെട്ടുന്ന വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഈ സൈഡിലൊക്കെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ തൃപ്രയാർ ടൗൺ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ്. ഇതിന് അടുത്തൂടെയാണ് തൃപ്രയാർ ബൈപ്പാസ്, വലപ്പാട് ഭാഗത്തേക്ക് ഉള്ള ബൈപ്പാസ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. ഇതിന്റെ ഉൾവശത്തേക്ക് വന്നിട്ടുണ്ട്. ഉൾവശത്തേക്ക് വരുമ്പോൾ ഫുൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴ്ഭാഗത്തൊക്കെ പെയിന്റ് ചെയ്യാനുള്ള വർക്കുകളുണ്ട്. ഫിനിഷിങ് വർക്കുകൾ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വർക്കുകളൊക്കെ ചെയ്യാണ്ട്. ഇതാണ് ഷട്ടറുകൾ ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. ഇതാണ് ചന്ദ്രപന്നി ഭാഗത്തേക്കൊക്കെ കടന്നു പോകുന്ന വാഹനങ്ങള്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അണ്ടർപാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കാണാം, പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. കാണാം നമുക്ക്. ഇതൊക്കെ ഇനി എന്നാണ് എടുത്തു മാറ്റി വൃത്തിയാക്കാന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും പോസ്റ്റർ ഒട്ടിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും എല്ലാ ഭാഗത്തും ഇതുപോലുള്ള പോസ്റ്ററുകളൊക്കെ ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടൗൺ ടച്ച് ചെയ്യാതെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പം തൽക്കാലം ഇത് വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, വാടാനപ്പള്ളി തൃപ്രയാർ ഭാഗത്തുള്ള ബൈപ്പാസിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. ഇനി എവിടെയെങ്കിലും വർക്കുകൾ ഉണ്ടാകുന്നത്, ഏകദേശം വർക്കുകൾ കഴിഞ്ഞു എന്ന് പറയാം. നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. മുന്നോട്ട് പോയി നോക്കാം. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ സർവീസ് റോഡിന്റെ ഭാഗത്ത് കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ ഫുട്പാത്തിന്റെ ഭാഗത്തൊക്കെ കട്ട വിരിക്കാനുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയൊരു വക്ക് ഇങ്ങനെ ബാരിക്കേഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണ് നിറക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ കട്ടന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ ഈ ബൈപ്പാസിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. തൃപ്രയാർ വലപ്പാട് ഭാഗങ്ങളിലുള്ള ബൈപ്പാസ് ചെറിയ ചെറിയ ബൈപ്പാസുകളാണ്. വാടാനപ്പള്ളി ബൈപ്പാസ്, തൃപ്രയാർ ബൈപ്പാസ്, ചന്ദ്രപന്നി ബൈപ്പാസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ബൈപ്പാസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വളരെ വേഗത്തിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ്, ഈ കട്ടകളാണ് ഉപയോഗിക്കുന്നത്. ഇത് കോഴിക്കോട് ഭാഗത്തും മലപ്പുറം ഭാഗത്തൊക്കെ വേറൊരു ഡിസൈനുള്ള കട്ടകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള കട്ടകളാണ്. വർക്കേഴ്സൊക്കെ ഇവിടെ കട്ട വിരിക്കുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇറ്റാച്ചികൾ, JCBകളൊക്കെ ഉപയോഗിച്ച് കട്ടകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഈ കട്ട വിരിക്കുന്ന വർക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഭംഗിയായിരിക്കും. ഇവിടെ ബോർഡുകളൊക്കെ വെച്ച് സൈഡിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഫില്ലിങ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഫിനിഷിങ്ങിലൊന്നും ചെയ്യുന്നില്ല നമ്മുടെ കോഴിക്കോട് ഭാഗത്ത്. KNRCL കമ്പനി, അതുപോലെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ അവരൊന്നും ഇത്ര ഫിനിഷിങ്ങിലൊന്നും ചെയ്തിട്ടില്ല. അവിടെ നല്ല രീതിയിൽ മണ്ണൊക്കെ ലെവൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെ ചെയ്യുന്ന പോലെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു മാറ്റം തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ റോഡ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. അവിടെ കട്ട എടുത്തു കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റാതെ നിൽക്കുന്നത്. അപ്പോൾ ഇനി അവിടെയൊക്കെ എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്യുന്നത് നോക്കാം നമുക്ക്. കണ്ടില്ലേ, ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പാണ് ഇവിടെ വന്നത്. അതിന് ശേഷം കാണുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്.
ഇവിടെ ക്രാഷ് ബാരിയറിന് പെയിന്റ് അടിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കാണുന്നത്. ഇനി ഇവിടെ വരാനുള്ളത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ ഒട്ടും ചെയ്തിട്ടില്ല. സ്ട്രീറ്റ് ലൈറ്റിനുള്ള നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ അതിലുള്ള കമ്പികളൊന്നും പൊങ്ങി കിടക്കുന്ന കാണുന്നില്ല. ഈ ഭാഗത്തൊക്കെ കണ്ടില്ല, ജോയിന്റിങ് ചെയ്ത് വിട്ടേക്കണ്. എന്താണ് സംഭവിച്ചു അറിയില്ല. ഇവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് കൊടുക്കാനുള്ളൊരു പോയിന്റ് ആണെന്ന് തോന്നുന്നത്. ഇതുപോലുള്ള ഭാഗത്തൊക്കെയാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ കൊടുക്കാറ്. സ്ട്രീറ്റ് ലൈറ്റ് കൊടുക്കാനുള്ള ഗ്യാപ്പ് വിട്ടിട്ടില്ല. വർക്ക് കഴിഞ്ഞ ഭാഗത്തോടെ വാഹനങ്ങൾ ചീറിപ്പായുന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് തൃശ്ശൂർ തൃപ്രയാറ് വാടാനപ്പള്ളി ഭാഗങ്ങളിലെ വലപ്പാട് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങളാണ്. വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ കാണുന്ന പ്രവാസി സുഹൃത്തുക്കൾ, ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് തരിക. ഇവിടെ കറുപ്പും വെള്ളയുള്ള പെയിന്റ് ഒക്കെ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിന്റ് ഇട്ട് വെച്ച് നേരത്തെ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മാഞ്ഞു പോയിട്ടുണ്ട്. മഴയൊക്കെ ആയിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള ഹോളുകളൊക്കെ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ പിന്നീടാണ് ചെയ്യുന്ന വർക്ക്. ഓരോ കമ്പനിക്ക് വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഇനി സ്ട്രീറ്റ് ലൈറ്റുകളുടെ വർക്ക് വരാനുണ്ട്. അതുപോലെ കുറേ ഭാഗത്ത് ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനുണ്ട്, ബോർഡുകൾ വെക്കാൻ. എന്നാലും വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ഒരു പ്രയാസവും. നല്ല രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ പോയി നോക്കാം നമുക്ക്. അപ്പം നമുക്കിവിടെ കാണാം വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് കിലോമീറ്ററുകളോളം വർക്കുകൾ കഴിഞ്ഞ ഭാഗത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശിവാലയ എന്ന കമ്പനിയാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ ഏറ്റെടുത്തിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി തൃശ്ശൂർ ഭാഗത്തും വർക്കുകൾ കഴിഞ്ഞ കുറേ ഭാഗങ്ങളായിട്ടുണ്ട്. മലപ്പുറം റീച്ചിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്കുകൾ. ഇനി രണ്ട് സ്പോട്ടിൽ മാത്രമാണ് വർക്കുകൾ ഉള്ളത്. കുറ്റിപ്പുറം ഭാഗത്ത്, മറ്റൊന്ന് കൂരിയാട് ഭാഗത്ത്. ഈ 2 ഭാഗങ്ങളിൽ മാത്രമാണ് വർക്കുകളുള്ളത്. അതുപോലെ കോഴിക്കോട് ഭാഗങ്ങളിലും വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമാണ് വർക്കുകൾ ചെയ്യാനുള്ളത്. അതുപോലെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വാടാനപ്പള്ളി ബൈപ്പാസിലേക്ക് എത്താറായി തുടങ്ങിയിട്ടുണ്ട്. തൃപ്രയാറ് ഭാഗങ്ങൾ കഴിയാറായി തുടങ്ങി. അപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളാണ് കാണുന്നത്. ഒരു സൈഡിൽ കുറച്ച് ഭാഗത്തൊക്കെ ഇതുപോലുള്ള ക്രാഷ് ബാരിയറുകൾ, അതുപോലുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, ഇങ്ങനെയുള്ള മെറ്റീരിയൽസുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടതൊക്കെ ഉണ്ട്. പക്ഷെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പം കുറേ വാഹനങ്ങൾ ടൗണിലൂടെ പോവാതെ വരുന്ന വാഹനങ്ങളൊക്കെ ഇതുവഴി തന്നെയാണ് കടന്നു പോകുന്നത്. അറിയുന്ന ആളുകൾ ഇതുവഴിയൊക്കെയാണ് കടന്നു പോകുന്നത്. കുറച്ച് കമ്പനീൻ്റെ ഈ ഇതുപോലുള്ള സ്ലാബുകൾ, മറ്റുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചതാണ്. പക്ഷെ വർക്ക് കഴിഞ്ഞതുകൊണ്ട് നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടിച്ചു പോകാൻ പറ്റും. നമുക്ക് ബ്ലോക്കിൽ പെടാതെ, ടൗണിൻ്റെ ബ്ലോക്കിൽ പെടാതെ നമുക്ക് ഇതുവഴി കടന്നു പോകാൻ പറ്റും. ഇനി ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ, ഫിനിഷിങ് വർക്കുകൾ, അത് മാത്രമാണ് ഇനി ഈ ഭാഗത്തൊക്കെ ഉള്ളത്. വളരെ ദൂരത്തിൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇതുവഴിയൊക്കെ ഒന്ന് പോയി നോക്കുക. പ്രവാസികളായ സുഹൃത്തുക്കളൊക്കെ നാടിൻ്റെ വികസനം, കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടെയാണ് ഈ ഇതുപോലുള്ള വീഡിയോകളൊക്കെ അവർ നോക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണുള്ളത്. കുറച്ച് വർക്കുകൾ കാണാം നമുക്ക്. ഇവിടെ സെൻട്രൽ ക്രാഷ് ബാരിയർ വെക്കുക, അതുപോലെ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഭാഗത്തൊക്കെ. അതുപോലുള്ള ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ ചെയ്യാൻ, അങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് അധികം ഇവിടെ ഇനി വരാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് മുന്നോട്ടുള്ള ഭാഗത്തേക്കും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിലായിരുന്നു യാത്ര. തൃപ്രയാറ് ടൗണിൻ്റെ ഭാഗത്തൂടെ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്ന അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്തത് വരാനുള്ളത് നാട്ടിക ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഇപ്പം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്കായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ചേറ്റുവ കായലിൽ നിന്ന് എടുക്കുന്ന മണ്ണ് ഉപയോഗിച്ചാണ് ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അറിയില്ല. ഇവിടെ വളരെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ഭാഗത്തൂടെ ഒക്കെ ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ കാണുന്നത് കുറച്ച് ഭാഗത്തൊക്കെ ഇനി സെൻറ്റർ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്.
കാണാം. നമുക്ക് സെൻട്രൽ ഭാഗത്തൊക്കെ കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഏകദേശം നമ്മൾ ഇപ്പം അവിടെ എത്തിയിട്ടുണ്ട്, നാട്ടിക ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഭാഗത്ത് വീണ്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു ഭാഗം കാണാം. അപ്പം നമ്മളെ നാടിൻ്റെ മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ വർക്കുകൾ നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേരളത്തിൽ ഹൈവേ വർക്ക്. അപ്പോൾ 40 വർഷത്തോളം പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളെ നാട്ടിലൊക്കെ ഒരു വികസനങ്ങൾ വരുന്നത്. ഇനി അത്തരത്തിലുള്ള വികസനങ്ങളൊന്നും വരാതെ വേഗത്തിലുള്ള വികസനങ്ങൾ വന്നാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ സിൽവർ ലൈനിൻ്റെ പ്ലാനിങ് ഒക്കെ നടക്കുന്നത്, അതിനൊക്കെ എതിർത്തും കുറേ പേര് അതിന് സപ്പോർട്ട് ചെയ്തൊക്കെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതൊക്കെ എന്നോ വരേണ്ട ഒരു സംഭവമാണ്. നമുക്ക് വരും തലമുറക്ക് വരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് സിൽവർ ലൈൻ പദ്ധതി. അതൊക്കെ വേഗത്തിൽ വന്നാൽ മാത്രമാണ് നമ്മുടെ നാടിൻ്റെ വളർച്ച കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.